ദിസ് ഇസ് ജയൻ ഫ്രം ഹാർവസ്റ്റ്. നീറ്റ് 2021 മുന്നിലായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് നിങ്ങളെ കയ്യിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും NTA സൈറ്റിൽ അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആണ്. neet.nta.nic.in എന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ അഥവാ ഈ മൊമെൻറ്റ് നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന മൊമെൻറ്റ് തന്നെ അത് ചെയ്തേക്കുക. കാരണം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിലൂടെയാണ് നമ്മളിന്ന് പാസ് ചെയ്യാൻ പോകുന്നത്. അത് വൈകരുത്, വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുത്തേക്കുക. സോ അഡ്മിറ്റ് കാർഡ് നിങ്ങൾ വൺസ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് 4 ഷീറ്റ്സിലായിട്ട് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് അവൈലബിൾ ആണ്. സോ ഫസ്റ്റ് ഷീറ്റിൽ നിങ്ങൾ അന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആവും ഫസ്റ്റ് ഷീറ്റിൽ ഉണ്ടാവുക. ഓക്കെ, സോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് സൈൻ ചെയ്യാനുള്ള കുറച്ച് പരിപാടികളുണ്ട്. ആദ്യത്തെ കാര്യം, നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്ട്രാ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്സ് വേണം. അതേപോലെ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫും വേണം. എന്താണോ നിങ്ങൾ ആപ്ലിക്കേഷനിൽ കൊടുത്ത ഫോട്ടോഗ്രാഫ് അതേ ഫോട്ടോഗ്രാഫിൻ്റെ 2 പാസ്പോർട്ട് സൈസും അതേപോലെ ഒരു പോസ്റ്റ് കാർഡ് സൈസും വേണം. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ടത് ആ പോസ്റ്റ് കാർഡ് സൈസ് എടുക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണു, ആദ്യത്തെ പേജിൽ അതിനൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ നിങ്ങൾ ആ ഫോട്ടോഗ്രാഫ് പേസ്റ്റ് ചെയ്യണം. ഓക്കെ, പിന്നെ അടുത്തതിൽ നിങ്ങളെ തമ്പ് ഇംപ്രഷൻ ചോദിക്കുന്നുണ്ട്. ലെഫ്റ്റ് ഹാൻഡിൻ്റെ തമ്പ് ഇംപ്രഷൻ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു കാരണവശാലും ചെയ്യരുത്. നിങ്ങൾക്കത് ഇൻവിലേജിലായിട്ടുള്ള പ്രസൻസിൽ എക്സാം ഹോളിൽ വെച്ച് ചെയ്യാനുള്ളതാണ്. സോ ആ സമയത്ത് അത് ചെയ്തേക്കുക. അതേപോലെ നിങ്ങളെ സിഗ്നേച്ചറും ചോദിക്കുന്നുണ്ട്. അതും അവിടെ പ്രസൻസിൽ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ നിങ്ങളെ പാരൻറ്റിൻ്റെ സിഗ്നേച്ചർ ചോദിക്കുന്നുണ്ട്. സോ അത് നിങ്ങൾ ഓൾറെഡി സൈൻ ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാം ഹോളിലേക്ക് കൊണ്ടുപോകാൻ. ഓക്കെ അല്ലേ? സോ അതേപോലെ പറഞ്ഞു, സെക്കൻഡ് ഷീറ്റിലേക്ക് വരുമ്പോൾ എന്തുണ്ട്, ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോഗ്രാഫ്, അതായത് 4x6 ഇഞ്ചസിലുള്ള ഒരു പോസ്റ്റ് കാർഡ് സൈസിലുള്ള ഫോട്ടോഗ്രാഫ് ആപ്ലിക്കേഷൻ സമയത്ത് യൂസ് ചെയ്ത് അതേ ഫോട്ടോഗ്രാഫ് നിങ്ങൾ അവിടെ പേസ്റ്റ് ചെയ്തേക്കുക. അവിടെയൊക്കെ സൈൻ ചെയ്യാനും കാര്യങ്ങളൊക്കെ വരാനുണ്ട്. അതൊക്കെ നിങ്ങൾ ഇൻവിജിലേറ്റർ പ്രസൻസിലാണ് ചെയ്യേണ്ടത്. ആ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ലെഫ്റ്റിൽ നിങ്ങൾ സൈൻ ചെയ്യണം, റൈറ്റിൽ ഇൻവിജിലേറ്റർ സൈൻ ചെയ്യണം. ആ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പറയുന്നുണ്ട്. അതിന് കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിങ്ങളുടെ കയ്യിൽ ഒരു പാസ്പോർട്ട് സൈസും കൂടെ വേണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു 2 പാസ്പോർട്ട് സൈസും ഒരു പോസ്റ്റ് കാർഡ് സൈസുമാണ്. അപ്പോൾ ഒരു പാസ്പോർട്ട് സൈസും അതേപോലെ ഒരു പോസ്റ്റ് കാർഡ് സൈസും നിങ്ങളിവിടെ പേസ്റ്റ് ചെയ്തു. ഇനി നിങ്ങളുടെ കയ്യിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. ആ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് കയ്യിൽ വെച്ചേക്കുക. നിങ്ങൾ എന്തായാലും എടുക്കേണ്ട സാധനത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കയ്യിൽ വെക്കേണ്ടതാണ്. ബിക്കോസ് നിങ്ങളെ അറ്റൻഡൻസ് ഷീറ്റിൽ, അതായത് നിങ്ങളെ പ്രസൻസിൻ്റെ സമയം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തോ ഇല്ല എന്നുള്ളിടത്ത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോഗ്രാഫാണ്. സോ അത് കയ്യിൽ വെക്കണം. ഓക്കെ, സോ നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ റിപ്പോർട്ടിംഗ് ടൈം ആയിരിക്കും. അതായത് നിങ്ങൾ അഡ്മിറ്റ് കാർഡിൻ്റെ ഫസ്റ്റ് പേജ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പേജിൽ മക്കളെ കാണുന്നുണ്ടാവും. എന്താ ചോദിച്ചാൽ റിപ്പോർട്ടിംഗ് ടൈം കാണുന്നുണ്ടാവും. ഓരോരുത്തർക്കും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ടൈം ഉണ്ട്. സോ എൻ്റെ കയ്യിൽ നിൽക്കുന്ന നമ്മളെ അഡ്മിറ്റ് കാർഡിൽ 12:20 ആണ് നിൽക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വിത്തിൻ ദാറ്റ് റിപ്പോർട്ടിംഗ് ടൈം അവിടെ എത്താൻ എന്തായാലും നോക്കി വെക്കുക. പ്ലസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വെന്യൂ എവിടെയാണെന്നുള്ളത് അത് 2 ദിവസം മുന്നേ എങ്കിലും അല്ലെങ്കിൽ മിനിമം 1 ദിവസം മുന്നേ എങ്കിലും നിങ്ങൾ കൺഫേം ചെയ്തേക്കും. അതായത് ബിക്കോസ് പല കേസുകളിലും കണ്ടിട്ടുണ്ട്, അത് അവിടെ പോയി കഴിഞ്ഞ് അവിടെ എല്ലാം കുറച്ച് അപ്പുറത്താണെന്ന് പറയും. അങ്ങനെയൊക്കെ പറയുമ്പോൾ അത് വല്ലാത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. അത് സ്ട്രെസ്ഡ് മൊമെൻറ്റിലും കൂടെ ആകുമ്പോൾ അത് വല്ലാണ്ട് നമ്മളെ ബാധിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും അതിലൊന്നും ഒരു ഇതും കാണിക്കരുത്. നിങ്ങൾ പഠിക്കുന്ന സമയത്തിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ ഇനി ഈ ദിവസങ്ങളെ സംബന്ധിച്ചിടത്തോളം. സോ അത് ഏതൊക്കെയാണ്, എവിടെയാണ് നിങ്ങളുടെ ലൊക്കേഷൻ, കൃത്യമായിട്ട് അത് പ്ലാൻ ചെയ്തേക്ക്, മനസ്സിലാക്കി വെച്ചേക്കുക. എങ്ങനെയാണ് ബസ് റൂട്ട്സ് ആണോ നിങ്ങൾ പോകാൻ പ്ലാനിങ്, എങ്ങനെ അതിലൊക്കെ ഒരു ക്ലാരിറ്റി ആദ്യം തന്നെ എടുത്തു വെച്ചേക്കുക. അതൊക്കെ നമ്മുടെ ലാസ്റ്റ് മൊമെൻറ്റിൽ ടെൻസ്ഡ് ആക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതൊന്നും ഒരു കാരണവശാലും ഉണ്ടാവരുത്. സോ നെക്സ്റ്റ് കമ്മിങ് ടു എക്സാം ഡേ, അന്ന് നമ്മൾ എടുക്കേണ്ട കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മളൊരു ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കോപ്പി നമ്മൾ കൂടെ വേണം. ഒരു ഹാർഡ് കോപ്പി നിങ്ങൾ എടുത്തു വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് നിങ്ങളുടെ കയ്യിൽ വേണം. പിന്നെ അടുത്ത് വേണ്ടത് നിങ്ങളുടെ കയ്യിലൊരു ID പ്രൂഫാണ്. ID പ്രൂഫിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. 13 ഇൻസ്ട്രക്ഷൻ നമ്പർ 13 ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള 2-3 കാര്യങ്ങൾ അതിൽ എന്ന് പറയുന്നത് ഒന്ന് ആധാർ ആയിരിക്കാം, അല്ലെങ്കിൽ ആധാർ ഉണ്ടാവും. ആധാർ ഏതായാലും കുഴപ്പമില്ല. ആധാറിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ അങ്ങനെ അത് എടുത്തോളൂ. അല്ലെങ്കിൽ പിന്നെ ആധാർ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഹാർഡ് കോപ്പി എടുക്കുക. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, നിങ്ങൾ മൊബൈലും കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് കോപ്പി കാണിച്ചിട്ട് ഇതാണ് എൻ്റെ ID പ്രൂഫ് എന്ന് പറയരുത്. എന്തുണ്ടെങ്കിലും അതിൻ്റെ ഹാർഡ് കോപ്പി പ്രിൻ്റ് എടുത്തിട്ട് വേണം നിങ്ങൾ എക്സാം ഹോളിൽ പോകാൻ. അതിലൊരു ക്ലാരിറ്റി കുറവ് വരരുത്. അപ്പോൾ നിങ്ങൾ ഏതാണ് നിങ്ങളില്ല, മേ ബി അത് പാസ്പോർട്ട് ആയിരിക്കാം. പാസ്പോർട്ട് ചിലപ്പോൾ ചിലയിടത്ത് ഉണ്ടാവുള്ളൂ. ആധാർ ഉണ്ടെങ്കിൽ കയ്യിൽ അത് തന്നെ വെച്ചോളൂ. ഒറിജിനൽ കോപ്പി ഓഫ് ആധാർ കയ്യിൽ വെച്ചോളൂ. പിന്നെ അടുത്ത കാര്യം, വാട്ടർ ബോട്ടിൽ ആവട്ടെ, അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു വാട്ടർ ബോട്ടിൽ നിങ്ങളെ കയ്യിൽ വെക്കാം. അത് ഓപ്ഷണലാണ്. അവിടെ ഫെസിലിറ്റീസ് ഉണ്ടാവും. പക്ഷേ നിങ്ങളൊരു സെൽഫ് പേർപ്പസിന് എപ്പോഴും നല്ലത് നിങ്ങളെ കയ്യിലൊരു വാട്ടർ ബോട്ടിൽ ഉണ്ടാവുന്നതാണ്.
നോട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങളിപ്പോൾ സ്റ്റീൽ ബോക്സുകളൊക്കെ അവൈലബിൾ ആണ്, അതൊന്നും യൂസ് ചെയ്യരുത് ഒരു കാരണവശാലും. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നമ്മളൊരു മിനറൽ വാട്ടർ യൂസ് ചെയ്യുന്ന സാധനം കയ്യിലെടുത്തിട്ട് പോവുക. ഓക്കെ, അടുത്ത കാര്യം ഹാൻഡ് സാനിറ്റൈസറിനെ കുറിച്ച് പറയുന്നുണ്ട് 11th ഇൻസ്ട്രക്ഷൻ നമ്പർ 11 കയ്യിൽ വെക്കണമെങ്കിൽ വെക്കാം, അതും ഓപ്ഷനിലാണ്, അവിടെ പ്രൊവൈഡ് ചെയ്യും അവർ. ഓക്കെ ആണല്ലോ. പിന്നെ മാസ്കിൻ്റെ കാര്യം, മാസ്ക് അവർ അവിടുന്ന് പ്രൊവൈഡ് ചെയ്യും, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ധരിച്ചു പോകാം, അത് അവിടുന്ന് എന്തായാലും നിങ്ങൾ റീപ്ലേസ് ചെയ്ത് പുതിയൊരു മാസ്ക് ധരിക്കും. സോ ഇതിൻ്റെ കൂടെ ഒക്കെ പറയുമ്പോൾ മറക്കാത്തൊരു സാധനമുണ്ട്, അഡ്മിറ്റ് കാർഡ് പ്രിൻ്റ് എടുക്കാൻ മറക്കരുത്. ബിക്കോസ് അതാണല്ലോ നമ്മളവിടെ ഐഡൻറ്റിറ്റി ഇതാവുന്നത് അല്ലേ. സോ ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോഴും അതേപോലെ ഐ ഡി പ്രൂഫ് എടുക്കുമ്പോഴും അതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് എന്ത്, അഡ്മിറ്റ് കാർഡ് പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളത്. സോ നിങ്ങൾ അടയിലേക്ക് പോകുമ്പം അടയിൻ്റെ കാര്യങ്ങൾ ഞാൻ ഒന്ന് ലിസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കയ്യിൽ വേണ്ട സാധനങ്ങൾ, നിർബന്ധമായിട്ട് കയ്യിൽ വേണ്ട സാധനങ്ങൾ, ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് അഡ്മിറ്റ് കാർഡ്. ഫസ്റ്റ് 2 ഷീറ്റ്സ് 1 and 2. ഇനി വേണം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ബേജാർ തോന്നുന്നുണ്ടെങ്കിൽ 3ഉം 4ഉം കയ്യിൽ വെച്ചോളൂ. ഓക്കെ, സോ അഡ്മിറ്റ് കാർഡ് വേണം. അടുത്ത നിങ്ങളുടെ കയ്യിൽ ഐ ഡി പ്രൂഫ് വേണം. 13th ഇൻസ്ട്രക്ഷൻ ലിസ്റ്റ് ചെയ്യുന്ന ഏത് ഐ ഡി പ്രൂഫ് ആയാലും കുഴപ്പമില്ല, നിങ്ങളുടെ കയ്യിൽ വേണം. പക്ഷേ പ്രൊവൈഡഡ് അതൊക്കെ എന്താവണം, ഹാർഡ് കോപ്പീസ് ആണ്, സോഫ്റ്റ് കോപ്പി ഒരു കാരണവശാലും ആവരുത്. നെക്സ്റ്റ് കാര്യം നമ്മൾ പറഞ്ഞത് ഫോട്ടോ ആണ്. ഫോട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞു, 3 ഫോട്ടോസിൽ ഒരു ഫോട്ടോ നമ്മൾ കയ്യിൽ വെക്കാനുള്ളതാണ്. ഇത് 3 മാൻഡേറ്ററി ആയിട്ട് നമ്മുടെ കയ്യിൽ വേണ്ടത്. സോ എന്താണ് എക്സാം ഡേയിൽ നമ്മളെ കയ്യിൽ വേണ്ടതെന്ന് ഒന്നുകൂടെ ഞാൻ ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് അഡ്മിറ്റ് കാർഡ്. അഡ്മിറ്റ് കാർഡിൻ്റെ പേജ് 1 and 2 അത് മതി. ഇനി വേണ്ട, നിങ്ങൾക്കൊരു ബേജാർ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3ഉം 4ഉം കയ്യിൽ വെക്കാം. ഓക്കെ, സോ ദാറ്റ് വൺ ഈസ് ദ ഫസ്റ്റ് വൺ. നെക്സ്റ്റ് നിങ്ങൾ ഫോട്ടോഗ്രാഫ് വേണം. അതായത് നമ്മൾ പറഞ്ഞു 3 ഫോട്ടോഗ്രാഫ്സ് പറഞ്ഞു, അതിലെ ഒരു പാസ്പോർട്ട് സൈസിലെ 2 പറഞ്ഞിരുന്നു, ഒന്ന് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യാനുള്ളതാണ്, ഒന്ന് നിങ്ങളെ കയ്യിൽ വെക്കാനുള്ളതാണ്, അവിടെ ഒട്ടിക്കാൻ. സോ അതാണ് നെക്സ്റ്റ് കാര്യം. അടുത്ത കാര്യം 13 ഇൻസ്ട്രക്ഷൻ നമ്പർ 13 പറയുന്ന ഏതെങ്കിലും ഒരു ഐ ഡി പ്രൂഫ്, അതിൻ്റെ ഏതായാലും കുഴപ്പമില്ല, പക്ഷേ ഏതിൻ്റെയും എന്ത് വേണം, ഹാർഡ് കോപ്പി വേണം. ഒരു കാരണവശാലും സോഫ്റ്റ് കോപ്പി എടുത്തിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ, ഹാർഡ് കോപ്പി കയ്യിൽ വേണം. റെഫേഴ്സ് ചെയ്യാനുള്ള സ്പേസ് നിങ്ങളെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ട എക്സ്ട്രാ കാര്യങ്ങളൊന്നും നിങ്ങൾ കരുതേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അവിടെ തന്നെ അത് ഫില്ല് ചെയ്ത് പോന്നാൽ മതിയാവും. ഓക്കെ ആണല്ലോ. സോ നെക്സ്റ്റ് വൺ നമ്മൾ ഡ്രസ് കോഡാണ്. ഡ്രസ് കോഡിൻ്റെ കാര്യത്തിൽ വലിയൊരു കൺഫ്യൂഷനൊന്നും നിങ്ങൾ വെക്കണ്ട. കാരണം 2 വർഷം മുന്നേ NTA എക്സാമിൽ, നമ്മുടെ നീറ്റ് എക്സാമിൽ ചെറിയ മാൽ പ്രാക്ടീസസ് ഒക്കെ നടന്നു എന്നുള്ളതിൻ്റെ ബേസിലാണ് അതൊന്ന് സ്ട്രിക്റ്റ് ആക്കിയത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വളരെ ലൈറ്റ് കളേഴ്സിലുള്ള ഡ്രസ്സസ് ധരിക്കാം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കസ്റ്റമറി ആയിട്ട്, അതായത് ഇപ്പോൾ മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പ്രിഫറബിളി കുറച്ച് ഡ്രസ് കോഡ്സ് ഉണ്ടാവും. നോർമലി അതും കൂടെ പറയട്ടെ, പിന്നെ അവർ പ്രിഫർ ചെയ്യുന്ന ഡ്രസ് കോഡിൽ ഒന്ന് ഹാഫ് സ്ലീവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ മുസ്ലിം കൾച്ചറിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് ഫുൾ സ്ലീവ് പിന്നെ വിത്ത് ഹിജാബൊക്കെ വരുന്നവരുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ എന്ത് ചെയ്താൽ മതി. ഗേറ്റ് ക്ലോസിങ് ടൈം എന്ന് പറയുന്നത് 1:30 ആണ്. 1:30ൻ്റെ ബിഫോർ 1 hour, അതായത് അവർക്കത് ചെക്ക് ചെയ്യാനുള്ള ബിഫോർ 1 hour നിങ്ങൾ അവിടെ എത്തിയേക്കണം. നെക്സ്റ്റ് കാര്യം, പിന്നെ നിങ്ങൾ ധരിക്കുന്നത് ഓർണമെന്റ്സ് ഒരു കാരണവശാലും കയ്യിൽ വെക്കരുത്. ഓർണമെന്റ്സ് ഒക്കെ എടുത്ത് ഒഴിവാക്കുക. മെറ്റൽ പാർട്സ് ഒന്നും പാടില്ല. കാരണം അതൊക്കെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ മൊമെന്റ് കോംപ്ലിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന എക്സാമുകളിൽ ഒരുപക്ഷെ നീറ്റിനെ കുറിച്ച് എല്ലാം അറിയുന്ന ആളുകളൊന്നും ആവില്ല ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിങ്ങളെ കോമൺ സെൻസിനെ എതിർക്കുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ അവിടെ വന്നിട്ടുണ്ടാവും. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ആ മൊമെന്റിൽ നിങ്ങളെ ടെൻസ്ഡ് ആക്കാന്നേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് അത് വെറുതെ അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കുറച്ചും കൂടെ ക്ലാരിറ്റിയോട് കൂടി പോവുക. അതായത് ഡ്രസ്സസ് നോട്ട് ചെയ്യുക. അതേപോലെ ഒരു സാധനങ്ങളും ഒന്നും വേണ്ട, ഒരു ഓർണമെന്റ്സും കയ്യിൽ വെക്കരുത്, മെറ്റൽ പാർട്സ് ഒന്നും കയ്യിൽ വെക്കരുത്. എല്ലാം എടുത്ത് ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ പോകാൻ. വളരെ ലൈറ്റായിട്ട് നിങ്ങൾ പിന്നെന്താ, ചപ്പൽസിൻ്റെ കാര്യം പറയാം. പ്രിഫറബിളി പിന്നെ നിങ്ങൾ സ്ലിപ്പേഴ്സ് തന്നെ ധരിച്ചാൽ മതി. ഇനി അഥവാ നിങ്ങൾ വല്ലതും ധരിക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് കവർ ചെയ്യാത്ത ലോ ഹീൽസ് ആയിട്ടുള്ള ചപ്പൽസ് ധരിക്കുക. നമ്മൾ വളരെ ഒരു നോർമലായിട്ടുള്ള സ്ഥലത്തേക്ക് എങ്ങനെ പോകണോ ആ രീതിയിൽ അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ ജീൻസ് എല്ലാം ധരിക്കുന്നവരാണെങ്കിൽ കുറേ പിന്നെ ഇതൊന്നും പോക്കറ്റ്സ് ഒന്നും ഇല്ലാത്ത ജീൻസ്, വളരെ ഓക്കെ എന്താ ഇൻ ഷോർട്ട് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഒരാൾ പെട്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യുമ്പോഴോ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കണം, അത്ര ഇതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇത് നിങ്ങളെ വലിയ ബേജാറാക്കാനുള്ള സംഭവങ്ങളൊന്നും അതിലില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. നിങ്ങൾ വല്ല മെറ്റൽ പാർട്സോ അങ്ങനെ വല്ലതുണ്ടോ കയ്യിലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കോൺടാക്ട് ഫ്രീ ആയിട്ടുള്ള ഒരു ഫ്രിസ്കിങ് ഉണ്ടാവും, ബോഡി ചെക്കിങ് ഉണ്ടാവും. സോ അതേപോലെ തന്നെ നെക്സ്റ്റ് ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, തെർമൽ സ്കാനേഴ്സ് ഉണ്ടാവും നിങ്ങളെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ.
അപ്പോൾ അതിൽ മേ ബി നിങ്ങൾ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ നിങ്ങൾ അതിൽ ടെൻസ്ഡ് ആവേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് വേറൊരു സെപ്പറേറ്റ് റൂമിൽ അതിനൊരു എക്സാം എഴുതാനുള്ള സ്പേസ് അവർ ഒരുക്കി തരും, അത്രയേ ഉള്ളൂ. അവിടെയൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ടെൻസ്ഡ് ആക്കുന്ന കാര്യങ്ങളാണ്. സോ അതുകൊണ്ടാണ് അതിലൊക്കെ ഒന്ന് മെൻഷൻ ചെയ്തത്. അതിലൊന്നും നിങ്ങളൊന്നും ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല, സെപ്പറേറ്റ്. അല്ലാതെ ഈ ഒരു ഫെസിലിറ്റീസ് അത്രയും ഒക്യുപ്ഡ് ആണ് NTA ഈ കാര്യങ്ങളിലൊക്കെ. അതായത് ഇത്രയും കോഡ് പ്രോട്ടോകോൾസ് പാലിക്കാനും ഒക്കെ അത്രയും ഒക്യുപ്ഡ് ആയിട്ടാണ് അവർ എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. സോ അതിലൊന്നും നിങ്ങൾ ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം കൂടെ പറയാനുള്ളത്, എക്സാം ഹാളിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ആസ് പെർ NTA ഇൻസ്ട്രക്ഷൻ 1:50 നിങ്ങളുടെ കയ്യിൽ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ എത്തിയേക്കണം. സോ അത് മേ ബി ഞാൻ വീണ്ടും പറഞ്ഞു, നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ ആളുകളായിരിക്കില്ല. അപ്പോൾ നിങ്ങളിവിടെ എൻട്രൻസ് ക്ലാസ്സുകൾ എടുത്ത് കണ്ടപ്പോൾ എല്ലാ നീറ്റിനെ കുറിച്ചും പിന്നെ NTA കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്ന കുറേ ഫാക്കൾട്ടീസിനെയും കണ്ടിട്ടുണ്ടാവുക. മേ ബി അതേപോലത്തെ ആളുകൾ, എല്ലാം അവെയർ ആയിട്ടുള്ള ആളുകളാവില്ല ഒരു പക്ഷേ നിങ്ങളവിടെ എക്സാം ഹോളിൽ ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ 1:50 നിങ്ങളെ കയ്യിൽ പേപ്പർ എത്തിയിട്ടില്ലെങ്കിൽ എണീറ്റ് നിൽക്കുക, പേപ്പർ ചോദിക്കുക, നിങ്ങൾ ക്വസ്റ്റ്യൻ ബുക്കിലെറ്റ് ചോദിക്കുക. ബിക്കോസ് നിങ്ങൾ ഈ 10 മിനിറ്റ്സിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യുന്നത്. നിങ്ങളെ റോൾ നമ്പർ ആയിക്കോട്ടെ, നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് ഒക്കെ ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങൾ 10 മിനിറ്റ്സിലാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അതിന് നിങ്ങൾ മടി കാണിക്കരുത്. കൃത്യമായിട്ട് എണീറ്റ് നിൽക്കുക, ചോദിക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ തരാൻ. ബിക്കോസ് ആസ് പെർ NTA ഇൻസ്ട്രക്ഷൻ അത് അങ്ങനെ തന്നെയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിൽ കൺഫ്യൂഷൻസ് ഒന്നും വരുത്തരുത്. സോ നെക്സ്റ്റ് കാര്യം നമ്മളെ ഈ വർഷത്തെ എക്സാം പാറ്റേൺ ആണ്. നിങ്ങൾ ബുക്കിലേക്ക് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 200 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ? നോർമലി നിങ്ങൾക്ക് 180 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഈ വർഷം നമുക്ക് 200 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഓരോ സബ്ജക്റ്റിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് വീതം എക്സ്ട്രാ ഉണ്ട്. അതിൻ്റെ പാറ്റേൺ പറയട്ടെ. സെക്ഷൻ A, ഇപ്പോൾ ഫിസിക്സ് എടുക്കാം നമുക്ക്. ഫിസിക്സിൽ സെക്ഷൻ Aയും സെക്ഷൻ Bയും ഉണ്ടാവും. സെക്ഷൻ Aയിൽ 35 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഈ 35 ക്വസ്റ്റ്യൻസ് മാൻഡേറ്ററി ആണ്. അത് പഴയ സ്കീം തന്നെയാണ്. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യണം. ഇനി അടുത്ത സെക്ഷൻ B വരും. ഈ സെക്ഷൻ Bയിൽ നിങ്ങൾക്ക് ഉണ്ടാവുക 15 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് എഴുതിയാൽ മതി? 10 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. അപ്പോൾ പറയട്ടെ, അത് നോർമലി നിങ്ങൾ, ഞാൻ ഒരിക്കലും ഒരു കുട്ടീനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഈ കാര്യങ്ങൾ പറയുന്നത് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ മാത്രമാണ്. അത് നിങ്ങൾക്ക് പോസിബിൾ ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. അതായത് നിങ്ങൾ നീറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു അറ്റാക്കിംഗ് മോഡിൽ എഴുതേണ്ട എക്സാമാണ്. മീൻസ് ടൈം ടു ടൈം ആയിട്ട് പോകേണ്ട കാര്യങ്ങൾ കുറേ ഉണ്ട്. അതായത് 180 മിനിറ്റ്സും അതേപോലെ 180 ക്വസ്റ്റ്യൻസും ആണല്ലോ നമുക്ക് എഴുതാനുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ, എൻ്റെ ഒരു സജഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുക. ഓരോന്ന് കിട്ടുന്നത് അപ്പം OMRലേക്ക് മാർക്ക് ചെയ്ത് പോയിക്കൊണ്ടേ നിൽക്കുക. 15 ക്വസ്റ്റ്യൻസ് ഫുള്ളായിട്ട് വായിച്ച് നോക്കാൻ കോൺഫിഡൻസുള്ള ഒരു കുട്ടിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ടൈം മാനേജ് ചെയ്യാമെന്ന് വിശ്വാസമുള്ളൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ആ പാറ്റേണും ഫോളോ ചെയ്യാം. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം, OMRൽ മാർക്ക് ചെയ്യുന്നത് അത് എപ്പോഴും പറയാം, അത് അപ്പം ചെയ്ത് പോവുക. കാരണം ഇത് നിങ്ങൾ എഴുതുന്നത് നീറ്റാണ്. അതായത് വളരെ ടൈം ബോണ്ടായിട്ട് എക്സാമാണ്. അതിൽ നിങ്ങൾ ഇത് മാർക്ക് ചെയ്തത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ടിക്ക് ചെയ്ത് പോയി ലാസ്റ്റിൽ നിങ്ങൾ ബയോ ഒക്കെ വരുമ്പോൾ തിരിച്ച് വീണ്ടും അങ്ങോട്ട് മാർക്ക് ചെയ്യുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻസ് വന്നാൽ അതൊക്കെ മക്കളെ വല്ലാണ്ട് നമ്മളെ കോൺഫിഡൻസിനെ ഇൻ ബിറ്റ്വീൻ എക്സാമിനെ വല്ലാണ്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആൻസർ അപ്പം കിട്ടിയത്, ഓരോ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നു, അതിൻ്റെ കറസ്പോണ്ടിങ് ആൻസേഴ്സ് OMRൽ മാർക്ക് ചെയ്തിട്ട് പോരുന്നു. അതിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും അത് പിന്നേക്ക് മാർക്ക് ചെയ്യാന്ന് പറഞ്ഞ് ലീവ് ചെയ്ത് പോകരുത്. കാരണം അതിൽ കുറേ കൺഫ്യൂഷൻസ് അതിലുണ്ടാക്കും. കാരണം പിന്നെ മാർക്ക് ചെയ്യുമ്പോൾ പ്ലേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് പോകാനും ഒക്കെ ചാൻസുകളുണ്ട്. സോ അതൊരിക്കലും പ്രാക്ടീസ് ചെയ്യരുത്. സോ അപ് ടു ഡേറ്റ് ആയിട്ട് എന്താണോ അത് കൃത്യമായിട്ട് അവിടെ മാർക്ക് ചെയ്യുക. ഈ ഫെസിലിറ്റി അവൈലബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർവസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്ത് കുറേ ഓൺലൈൻ എക്സാംസ് നടത്തിയിട്ടുണ്ട്. അതേപോലെ ഈ പുതിയ OMR ഷീറ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട്, നിങ്ങളെ വീട്ടിലേക്ക്, ഓരോരുത്തരുടെയും വീട്ടിലേക്ക് ഞങ്ങൾ വിത്ത് പോസ്റ്റലായിട്ട് ഞങ്ങൾ OMR ഷീറ്റ് അയച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചിട്ടുണ്ട്. അത് ഒരു വട്ടം ഇരുന്നിട്ട് ഒരു ദിവസമെങ്കിലും, ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഇരുന്നിട്ട് 2 to 5 ഇരുന്നിട്ട് ആ ടൈമിൽ തന്നെ നിങ്ങൾ നീറ്റ് എക്സാം എഴുതുന്ന അതേ ടൈമിൽ തന്നെ ഒന്നിരുന്ന് പ്രാക്ടീസ് ചെയ്യുക. സോ ഏത് സബ്ജക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് അത് നിങ്ങൾ ഓൾറെഡി പ്ലാൻഡ് ആയിരിക്കും. അത് നിങ്ങളൊരു കോൺഫിഡൻസ് തന്നെയാണ് അതിൽ വലിയൊരു കാര്യം. നോർമലി നമ്മൾ പറയാറ് ബയോളജി വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറയാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുട്ടിയുടെ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിൻ്റെയും പ്രിഫറൻസ് എന്താണ്, ബയോളജി വെച്ചിട്ട് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ്, കംഫർട്ട്നെസ് കിട്ടാൻ ബയോളജി കൊണ്ട് കഴിയാറുണ്ട്. അതുകൊണ്ടാണ് ബയോ വെച്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത്. ഇനി ഓരോരുത്തർക്കും ഓരോ പ്രിഫറൻസ് ഉണ്ടാകും. മേ ബി ഒരാൾക്ക് ഫിസിക്സിൽ വെച്ചിട്ടാണ് നല്ലൊരു ഹോൾഡോടുകൂടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫിസിക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്തോളൂ. പക്ഷേ പ്രിഫറൻസ് കുറച്ചും കൂടെ എപ്പോഴും പറയാം. അത് ഞാൻ പറയല്ലോ, ഞാനൊരു നോർമൽ ടോണിലാണ് സംസാരിക്കുന്നത്. പ്രിഫറൻസ് ബയോളജിക്കാണ്. സോ വിത്തിൻ ഫസ്റ്റ് 1 hour നിങ്ങൾ ബയോ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നോർമലി ഞങ്ങൾ സജസ്റ്റ് ചെയ്യാറ്. ഇനി അതിന് കൂടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ. നിങ്ങൾ വിചാരിക്കുന്നത് സെക്ഷൻ B ഉണ്ട് എന്ന് വിചാരിച്ചിട്ട്, ഈ വർഷം സെക്ഷൻ Bയിൽ 15 ക്വസ്റ്റ്യൻസ് ഉണ്ട് നിങ്ങൾക്ക്, അതിൽ നിങ്ങൾ 10 എഴുതിയാൽ മതി അല്ലേ എന്ന് വിചാരിച്ച് നിങ്ങൾ 15 എഴുതി എന്ന് വിചാരിച്ച് ഒരു കാരണവശാലും നിങ്ങളത് ഒന്നും നിങ്ങളുടെ വാല്യുവേഷനിലേക്ക് അത് കൂട്ടില്ല. ആദ്യത്തെ 10 ഏതാണോ നിങ്ങൾ
മാർക്ക് ചെയ്തത്, അതായത് ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ മാർക്ക് ചെയ്തതെങ്കിൽ സെക്ഷൻ ബിയിൽ നിന്നും ആ 10 ആയിരിക്കും OMR റീഡ് ചെയ്യുക, ബാക്കി ഒന്നും OMR റീഡ് ചെയ്യില്ല. അപ്പോൾ വെറുതെ കുറേ ഇത് എഴുതിയിട്ട് നിങ്ങളെ ടൈം ഒരിക്കലും എന്ത് ചെയ്യരുത്, കൊണ്ടുപോയിട്ട് കൊളായി കളിക്കരുത്. സോ മാക്സിമം അപ് ടു ദ ടൈം ആക്കിയിട്ട് തന്നെ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകട്ടെ എന്നും കൂടെ പറയട്ടെ. സോ ഇനി OMR ഷീറ്റിൽ നിങ്ങളെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും എറേഴ്സ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടെൻസ്ഡ് ആയിരിക്കും അല്ലേ. എന്തെങ്കിലും എറേഴ്സ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്നും ഒരു കാരണവശാലും ടെൻസ്ഡ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ ഇൻവിജിലേറ്ററോട് പറയുക. അത് നിങ്ങൾ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ അതിലൊക്കെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങളോട് വീണ്ടും പറയട്ടെ, അതൊന്നും നമ്മൾ ഒരു തരത്തിലും എഫക്റ്റ് ചെയ്യില്ല. നിങ്ങളെ എക്സാം എഴുതുന്നിടത്തോ അല്ലെങ്കിൽ എക്സാം വാല്യൂ ചെയ്യുന്നിടത്തോ ഒന്നും എഫക്റ്റ് ചെയ്യില്ല, പ്രൊവൈഡഡ് നിങ്ങൾ OMR ഷീറ്റ് മാർക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ നിങ്ങൾ യാതൊരുവിധ അശ്രദ്ധകളും വരരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, നിങ്ങളെ ഒരു എഫേർട്ടാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് ക്രോസ് ചെക്ക് ചെയ്തിട്ട്, ഇടയ്ക്കിടയ്ക്ക് തന്നെ ഓരോ ക്വസ്റ്റ്യനെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്, കൃത്യമായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് പോവുക. കാരണം നിങ്ങൾ ആദ്യം ചിലപ്പോൾ ബയോളജിയിൽ നിന്നാവും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക, അപ്പോൾ അതിൽ അതിൽ തന്നെ ബോട്ടണി സോളജി ഒക്കെ മിക്സ്ഡ് അപ്പ് ആയിക്കുണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് നോക്കണം, ഏതാണോ കറസ്പോണ്ടിങ് ക്വസ്റ്റ്യൻ നമ്പർ ആ ക്വസ്റ്റ്യൻ നമ്പർ കൊണ്ടുപോയിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻസ് മാർക്ക് ചെയ്യാൻ. അതിലൊരു കൺഫ്യൂഷൻ വരരുത്. അത് മാത്രമേ നിങ്ങളെ വാല്യുവേഷനെ എഫക്റ്റ് ചെയ്യുള്ളൂ, നിങ്ങളെ റാങ്കിനെ എഫക്റ്റ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് കാര്യം, ഫൈനലി നമ്മൾ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഹാളിൽ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള അഡ്മിറ്റ് കാർഡ് ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളെ ഒരു OMRന് 2 കോപ്പീസ് ഉണ്ട്, ഓഫീസ് കോപ്പിയുണ്ട്, കാൻഡിഡേറ്റ് കോപ്പിയുണ്ട്. സോ ഓഫീസ് കോപ്പി ഓൾറെഡി അവർക്ക് കൊടുക്കാനുള്ളത്, കാൻഡിഡേറ്റ് കോപ്പിയും എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ ഇൻവിജിലേറ്റർ കയ്യിൽ ഏൽപ്പിച്ചിട്ട്, അഡ്മിറ്റ് കാർഡും OMRൻ്റെ കാൻഡിഡേറ്റ് കോപ്പിയും ഇൻവിജിലേറ്റർ കയ്യിൽ തിരിച്ചേൽപ്പിച്ചിട്ട് വേണം നിങ്ങൾ എക്സാം ഹാളിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ. സോ അത്രയും കാര്യങ്ങൾ ആണ് നിങ്ങൾ ആ ഡേയിൽ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി പറയാം, ഒരു വട്ടം എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഓരോ ഇൻസ്ട്രക്ഷൻസിലൂടെ, അതായത് പേജ് നമ്പർ 3 and 4, നമ്മൾ NTAൻ്റെ അഡ്മിറ്റ് കാർഡിൻ്റെ പേജ് നമ്പർ 3 and 4 എല്ലാ ഇൻസ്ട്രക്ഷൻസിലെയും ഒരു ദിവസം മനസ്സിരുത്തിയിട്ട് എല്ലാതൊന്ന് കടന്ന് പോകണം. ഇതാണ് ജനറലി എക്സാം ഡേയുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ എപ്പോഴും കൂടെ തന്നെ പറയാം, നിങ്ങളെല്ലാവരും ഇപ്പോൾ ഓൾറെഡി പ്രിപ്പയറിങ് ആയിരിക്കും. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ അല്ലേ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ എക്സാം 2 to 5 അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം ഞങ്ങളത് അങ്ങനെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 2 to 5 സെഷൻസിൽ നമ്മൾ നീറ്റ് എക്സാം നടക്കുന്ന അതേ സെഷനിൽ നിങ്ങൾ പഴയ ഒരു പ്രീവിയസ് പേപ്പർ എടുത്തിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. അത് നിങ്ങൾ നിങ്ങളുടേതായുള്ള കുറേ സ്ട്രാറ്റജീസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ആ സ്ട്രാറ്റജീസ് ഒക്കെ അതങ്ങനെ തന്നെ തുടരട്ടെ. ജനറലി നിങ്ങൾക്ക് പിന്നെ മറ്റുള്ള സോഴ്സുകളിൽ നിന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് ആപ്റ്റ് ആണെങ്കിൽ, അല്ലാണ്ട് ഒരിക്കലും ഓരോ കാര്യങ്ങളും നമ്മളിവിടെ പറയുമ്പോഴും അത് ഒരു ജനറലൈസ്ഡ് ഫോമിലാണ് പറയുന്നത്. നിങ്ങൾക്ക് ആപ്റ്റ് ആവുമോ എന്നുള്ളതും കൂടെ നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം. സോ ആ രീതിയിലും കൂടെ പ്ലാൻ ചെയ്തിട്ട് പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങൾ കുറേ കാലത്തെ എഫേർട്ടാണ് മക്കളെ, അതൊരിക്കലും വേസ്റ്റ് ആവില്ല. എല്ലാവിധ പ്രാർത്ഥനകളും എല്ലാവിധ സപ്പോർട്ടോടുകൂടി ഹാർവസ്റ്റ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. വെരി ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ നീറ്റ് എക്സാം. താങ്ക് യു.